നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇട്ടാവട്ട സ്ഥലത്തു നിന്നും കൃഷി ചെയ്ത് വലിയ വരുമാനമുണ്ടാക്കുന്ന വീട്ടമ്മമാരുടെ കഥ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നാൽ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് ഒക്കെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്ന ഒരു വീട്ടമ്മയുടെ കഥയാണ് ഇത്തവണ ഞങ്ങൾ പറയുന്നത്. വർക്കല ചെമ്മരുതി കോവൂരിൽ സ്മിത. പൈനാപ്പിളും കൂവയും തേനുമൊക്കെ ഉണ്ട് കൃഷിയിടത്തിൽ. വീട്ടുമുറ്റത്തെ സമഗ്ര പുരയിട കൃഷിയാണ് മുഖ്യം. അതിൽ നിന്ന് സുസ്ഥിരമായ ഒരു വരുമാനവും. വർക്കല ചെമ്മരുതി കോവൂരിൽ സ്മിതയുടെ കൃഷിഫാമിൽ നിന്നും കാണാം ഹരിതം സുന്ദരം. 1000 അനുഗ്രഹീത കർഷകരുടെ നാടാണ് ചെമ്മരുതി. കൃഷിയെ വരുതിയിലാക്കിയ ഒത്തിരി പേരുണ്ട് ചെമ്മരുതിയിൽ. അക്കൂട്ടത്തിൽ ഇതാ ഒരു വീട്ടമ്മ. ചെമ്മരുതി കോവൂർ പടിഞ്ഞാറ്റതിൽ വീട് ഇന്ന് കൃഷിക്കളമാണ്. കേവലം 40 സെന്റ് സ്ഥലമേ ഉള്ളൂ. എങ്കിലും ഇല്ലാത്തതായി ഒന്നുമില്ല തന്നെ. കാലത്തെ തോൽപ്പിക്കുന്നതാണ് ആ കൃഷി മാതൃകകൾ. കൃഷിയിലെ വിളവ് ഇന്നോ നാളെയോ അല്ല, കാലത്തിനപ്പുറത്തേക്ക് സൂക്ഷിച്ചാൽ അതൊക്കെയും കാലത്തിനതീതമായ വരുമാനമാകും എന്ന് സ്മിതയ്ക്കറിയാം. പടിഞ്ഞാറ്റതിൽ വീട്ടിൽ സ്മിത ബിരുദധാരിയാണ്. എങ്കിലും ജോലി സേവനം എന്ന ആ വഴിക്ക് പോയില്ല. പകരം മണ്ണിലേക്കായിരുന്നു ശ്രദ്ധ. 40 സെന്റ് സ്ഥലത്ത് വീടൊഴിച്ച് മറ്റുള്ളിടത്തെല്ലാം കൃഷി തന്നെ. സ്വന്തം മണ്ണിൽ വിളയിക്കുന്ന ഉൽപ്പന്നത്തിന് വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യത സമൂഹത്തിനു കൂടി പകരാനാണ് സ്മിതയുടെ ലക്ഷ്യം. കൂവ തന്നെ കൃഷിയായി തിരഞ്ഞെടുത്തു. കൂവയ്ക്ക് മേന്മകൾ അനവധിയുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു ദിവ്യ ഔഷധമാണ് ആരോ റൂട്ട് എന്ന കൂവ. മണ്ണിലാണ് കിളിർക്കുന്നതെങ്കിലും മനുഷ്യന്റെ ശരീരവുമായി കൂവയ്ക്ക് വലിയ ബന്ധമുണ്ട്. ഉദരത്തെ സംബന്ധിക്കുന്ന മിക്ക രോഗങ്ങൾക്കും കൂവ ഒരു പ്രത്യൗഷധമാണ്. വയറുകടിയായാലും ഛർദിയായാലും അതിനൊക്കെ ദിവ്യ ഔഷധം തന്നെയാണ് കൂവ. കൂവയിൽ നിന്ന് ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബിസ്ക്കറ്റ് മുതൽ ഐസ്ക്രീമിന് വരെ ചേരുവയാണ് കൂവ. ജീവകങ്ങളും ധാതുലവണ മിശ്രിതങ്ങളുടെയും കലവറ കൂടിയാണ് കൂവ. സോഡിയവും കാൽസ്യവും പൊട്ടാസ്യവുമൊക്കെ അതിൽ കൂടുപാർക്കുന്നുണ്ട്. ഫ്ലേവനോയിഡുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമൊക്കെ കൂവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂവ സൗന്ദര്യാരാധകരുടെ ഹൃദയത്തിലെത്തും. എളുപ്പമാണ് കൂവകൃഷി. വാരംകോരിയാണ് പടിഞ്ഞാറ്റതിൽ വീട്ടിലെ കൂവകൃഷി. കുംഭം മീനമാസത്തിൽ കൂവ നടാം. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പ്രസിദ്ധമായ കൂവക്കുറുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂവയുടെ വിളവെടുപ്പ് സമയം കൃത്യം തന്നെ. വാരംകോരി ചെറുകിഴങ്ങുകളാണ് നടുക. കൂവ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ചെറുകിഴങ്ങുകളെല്ലാം തന്നെ വിത്തുകളാണ്. കൂർത്ത ഭാഗം മുകളിലേക്കുയർത്തി മണ്ണിൽ അത് താഴ്ത്തിവെക്കാം. 3-ാം ദിവസം മുതൽ തന്നെ കൂവ മുളവൊട്ടി തുടങ്ങും. കേടുകുറവ്, വിളവ് കൂടുകൽ എന്നതാണ് കൂവകൃഷിയുടെ നേട്ടം. കമ്പോസ്റ്റും കോഴിവളവുമൊക്കെ തന്നെയാണ് കൂവയ്ക്ക് സ്മിത വളമാക്കുന്നത്. 8-ാം മാസമാണ് കൂവയുടെ വിളവെടുപ്പ് സമയം. ധനുമാസം എത്തുമ്പോഴേക്കും മഞ്ഞിൽ കരിഞ്ഞു തുടങ്ങും ഇലകൾ. കൂവ പറിക്കാറായി എന്നർത്ഥം. കിളച്ചെടുക്കുന്നതാണ് രീതി. മകൾ അതിഥിയും അച്ഛൻ സുഗുണനുമൊക്കെ അക്കാര്യത്തിൽ സ്മിതയെ സഹായിക്കും. കിളച്ചെടുക്കുന്ന കൂവ ഭദ്രമായി ശേഖരിക്കാം. നീണ്ട കിഴങ്ങുകളാണ് കൂവ. ആനക്കൊമ്പിന്റെ നിറമുള്ള തൊലിയാണ് കൂവയ്ക്ക്. പറിച്ചെടുത്താൽ വിത്തിനെ അപ്പോഴേ മാറ്റാം. കുഞ്ഞു വിത്തുകൾ പ്രത്യേകം ശേഖരിച്ചു വെക്കും. ഇളം തണലിലാണ് കൂവ വിത്തുകൾ ശേഖരിക്കുക. വലിയ കിഴങ്ങുകൾ അപ്പോഴേ മാറ്റും. കൂവ നേരിട്ട് വിൽപ്പന പതിവല്ല. കൂവയിൽ നിന്നും കൂവപ്പൊടി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. അതിനായി പ്രത്യേക യൂണിറ്റ് തന്നെയുണ്ട് പടിഞ്ഞാറ്റതിൽ വീട്ടിൽ. സഹോദരി സുജയും ഭർത്താവ് വിനിയുമൊക്കെ ഇക്കാര്യത്തിൽ സ്മിതയെ സഹായിക്കുന്നുണ്ട്. നിരവധി ജൈവസുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതാണ് പടിഞ്ഞാറ്റതിൽ വീട്ടിലെ പ്രോസസ്സിംഗ് യൂണിറ്റ്. പുറത്തുനിന്ന് ആർക്കും പ്രവേശനമില്ല. നന്നായി കഴുകിയെടുത്ത കൂവ വെജിറ്റബിൾ കട്ടിംഗ് മെഷീനിലേക്കാണ് കയറുക. അവിടെ നിന്നും അത് തുണ്ടം തുണ്ടമായി പുറത്തിറങ്ങും. 5 കിലോ കൂവ തുണ്ടമാകുവാൻ കേവലം 10 മിനിറ്റ് മതി.
തുണ്ടമായെത്തുന്ന കൂവ ശേഖരിച്ച് പാത്രങ്ങളിലാക്കും. അതിനെ അരച്ചെടുക്കുന്നതാണ് അടുത്ത രീതി. കൂവ കഷ്ണങ്ങൾ അരച്ചെടുത്താൽ പിന്നീട് അത് വെള്ളം ചേർത്ത് ലയിപ്പിക്കലാണ് രീതി. അതൊക്കെ തരാതരം പോലെ ചേർക്കുവാൻ ബിനിക്കും സുജയ്ക്കും അറിയാം. വെള്ളം ചേർത്ത് ഇളം പരുവമാകുന്ന കൂവമാവ് പിന്നീട് അരിച്ചെടുക്കണം. അവ അണുവിമുക്തമാക്കിയ തോർത്തിലേക്ക് പകർന്ന് ചുരുട്ടും. നന്നായി പിഴിഞ്ഞെടുക്കുന്ന മിശ്രിതമാണ് ഇവിടെ താരം. തോർത്തിൽ അരിച്ചു വരുന്നത് കൂവയുടെ ചണ്ടിയാണ്. അത് പുറത്തു കളയാം. മാവും വെള്ളവും ചേർന്ന് അരിച്ചെത്തിയ മിശ്രിതം വളരെ പ്രധാനമാണ്. അവിടെയാണ് കൂവപ്പൊടി അടിഞ്ഞു കിടക്കുക. വെള്ളം ഊറ്റിക്കഴിഞ്ഞാൽ പിന്നീട് പുതുവെള്ളം ചേർത്ത് ലയിപ്പിക്കാം. വീണ്ടും മാവ് അടിഞ്ഞുകൂടാൻ അനുവദിക്കണം. അങ്ങനെ 7 തവണയാണ് പ്രക്രിയ. ഒടുവിൽ ശുദ്ധമായ വെള്ള നിറമുള്ള കൂവപ്പൊടി അടിഞ്ഞുകൂടും. വെള്ള അലുവ കഷ്ണം പോലെയുള്ള കൂവപ്പൊടി വെയിലത്ത് ഉണക്കിയെടുക്കുകയാണ് പതിവ്. 15 കിലോയോളം വരുന്ന കൂവ മിശ്രിതം ഉണക്കിയെടുത്താൽ കേവലം 2 കിലോ കൂവപ്പൊടി കിട്ടും. അത്രമാത്രം. അതാണ് കൂവയുടെ വിലയും പ്രാധാന്യവും. കൂവച്ചെടിയുടെ ഓരം ചേർന്ന് തന്നെ നിരവധി കൃഷികൾ സ്മിതയ്ക്കുണ്ട്. പൈനാപ്പിളാണ് മറ്റൊന്ന്. ക്യൂ എന്ന പുതിയ ഇനമാണ് പൈനാപ്പിൾ. അരം പോലെയുള്ള ഇലത്തണ്ടുകൾ ക്യൂവിനില്ല. കണ്ടാൽ ഇലച്ചെടിയാണെന്നേ തോന്നും. കാണാൻ അതിമനോഹരം. 8ാം മാസം തന്നെ പൂവിട്ട് കായാകുന്നതാണ് ക്യൂ പൈനാപ്പിൾ. മുള്ളില്ല എന്നത് ക്യൂ പൈനാപ്പിളിന്റെ മേന്മയാണ്. 1ഉം 2ഉമല്ല, 250ഓളം വരും പൈനാപ്പിൾ ചെടികളുടെ എണ്ണം. കമ്പോസ്റ്റും കോഴിവളവുമാണ് പൈനാപ്പിളിന്റെ പ്രധാന വളം. രാസവളം തീരെയില്ല. ചാണകവും ശീമക്കൊന്നയില ചേർക്കുന്ന മിശ്രിതവും ചേർത്ത് പുളിപ്പിച്ചതാണ് മറ്റൊരു വളം. അത് 20 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് പൈനാപ്പിളിൽ തളിക്കാം. ഇലവളർച്ചയ്ക്കും കുടവളർച്ചയ്ക്കും പൂവിനുമെല്ലാം നല്ലതാണ് ഇത്. 8ാം മാസം തന്നെ പൈനാപ്പിൾ വിളവെടുക്കാം. കുട ഒടിച്ചെടുത്താൽ ഉടൻ തന്നെ 2ഉം 3ഉം തൈകൾ അതിൽ നിന്ന് തന്നെ ഉണ്ടാകും. അവയെയും ഇളക്കിയെടുത്ത് മാറ്റി നടാം. 2 അടി അകലത്തിൽ വാരം കോരിയാണ് പൈനാപ്പിളിന്റെ നടിയിൽ. പുല്ല് കയറാതിരിക്കാനായി ചീവപ്പൊടിയും കരിയിലയുമൊക്കെ പുതയിടുന്നതാണ് പടിഞ്ഞാറ്റത്തിലെ പതിവ്. വെറുതെയല്ല ക്യൂ പൈനാപ്പിൾ. വിലയുണ്ട്. കിലോയ്ക്ക് 45 രൂപ പൊതുമാർക്കറ്റിൽ വിലയുള്ള ഉൽപ്പന്നം തന്നെയാണ് ക്യൂ. വിസ്തൃതമായ കൃഷിയിടത്തിന് ഓരം ചേർന്ന് കൽപ്പവൃക്ഷങ്ങളും റബ്ബർ മരങ്ങളും കുടപിടിക്കുന്നുണ്ട്. പൂക്കൾ നിരവധി ഉണ്ടാകുന്ന ചെടികൾ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ തേനീച്ചപ്പെട്ടിയിലേക്കായിരുന്നു സ്മിതയുടെ അടുത്ത നോട്ടം. 5 പെട്ടിയിൽ തുടങ്ങി അതിപ്പോൾ 25 പെട്ടി വരെയായി. വൻ തേനീച്ചയാണ് ഇവിടെ താരം. മഴക്കാലത്ത് ചെയ്യാവുന്ന കൃഷിയല്ല തേനീച്ച കൃഷി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കാലമാണ് തേനീച്ചയ്ക്ക് ഏറെ നല്ലത്. തേനീച്ചയുടെ ജീവിതചക്രവും അതിൽ നിന്നുള്ള വരുമാനവുമൊക്കെ സ്മിതയ്ക്ക് സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥം. 1ാം തരം കൃഷിത്തോട്ടത്തിന് കൂട്ടായി താറാവും കോഴിയുമൊക്കെയുണ്ട്. കോഴികളിൽ പ്രധാനമായി സ്മിത തെരഞ്ഞെടുത്തത് മുട്ടക്കോഴികളായ ഗ്രാമപ്രിയയാണ്. ഒരു കോമ്പോസിറ്റ് ബ്രീഡാണ് ഗ്രാമപ്രിയ. പുള്ളിയും പോരുമാണ് ആ ചിറകിലെ അഴക്. തവിട്ട് നിറമുള്ള മുട്ടകൾ വേറെയും. അടുക്കള മുറ്റത്ത് വളർത്താൻ പറ്റിയ ഇനം തന്നെയാണ് ഗ്രാമപ്രിയ കോഴികൾ. എന്തും ചിക്കി ചിക്കി അവർ തിന്നുകൊള്ളും. എങ്കിലും പടിഞ്ഞാറ്റത്തിൽ വീട്ടിൽ ഗ്രാമപ്രിയയ്ക്ക് പ്രത്യേക തീറ്റകളാണ് നൽകുക. 6ാം മാസം മുതൽ തന്നെ ഗ്രാമപ്രിയ മുട്ടയിട്ട് തുടങ്ങും. തുടർച്ചയായി 18 മാസം വരെ മുട്ടകളെടുക്കാം. കൂട്ടത്തിൽ സാസോ കോഴികളുമുണ്ട്. സാസോ കോഴികളെന്നാൽ മഴവിൽ കോഴികളാണ്. മുട്ടക്കോഴികളിലെ പൂവന്മാരാണ് സാസോ കോഴികൾ. അവരെ കേവലം 3-4 മാസം വളർത്തിയാൽ തന്നെ ഇറച്ചിക്കോഴികളായി വിൽക്കാം. നാടൻ കോഴികൾ എന്നാണ് ഇവരെ പൊതുവെ അറിയപ്പെടുക. വളർന്നെത്തിയാൽ നല്ല തൂക്കമെത്തും. പാഴ്വസ്തുക്കൾ എന്തും തീറ്റയാക്കുന്നവരാണ് സാസോ കോഴികൾ. അതുകൊണ്ട് തന്നെ വിൽപ്പനയിൽ നല്ല വരുമാനം അവരിൽ നിന്നും കിട്ടും. ചെമ്മരുതി കോവൂർ പടിഞ്ഞാറ്റതിൽ വീട്ടിൽ സിംജ നമ്മോടൊപ്പം ഉണ്ട്. സിംജയുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സിംജ. നമസ്കാരം. ഈ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ പരിമിതമായ സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഉൽപ്പന്നം ഇങ്ങനെ മാർക്കറ്റിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ധൈര്യം ആവശ്യമുണ്ട്. അതെവിടെ നിന്നാണ് കിട്ടിയത്? അങ്ങനെയില്ല. ആദ്യം കാലഘട്ടത്തിൽ തുടങ്ങിയത് പച്ചക്കറിയിൽ നിന്നാണ് തുടങ്ങിയത്. പണ്ട് കാലത്തെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു. പശു, ആടും എല്ലാം അമ്മയുടെ അമ്മയുള്ളപ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം പശു, ആടൊക്കെ കുറേശ്ശെ ആയിരുന്നു. പിന്നെ പച്ചക്കറി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ടൈം അതിൽ തന്നെ നിൽക്കണം. നമുക്ക് പുറത്തോട്ടെങ്ങും പോകാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നല്ല വിളവ് കിട്ടുമ്പോൾ മാർക്കറ്റ് കുറവായിരിക്കും. പിന്നെ വിളവ് കൂടുതലുള്ളപ്പോഴത്തേക്ക് പിന്നെ സാഹചര്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. വിളവ് കിട്ടും, വില കുറയും. അങ്ങനെ പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നം പോലെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് പച്ചക്കറി പതിയെ കുറയ്ക്കാൻ തുടങ്ങി. വീട്ടിലെ ആവശ്യത്തേക്ക് മാത്രമായി. പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതാകുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം. ഇത് മഞ്ഞൾപ്പൊടി,
പിന്നെ ഇഞ്ചിയൊക്കെ ഉണ്ട്. ഇഞ്ചി, അതിനൊക്കെയുള്ള കൂവ കൃഷി. അതാകുമ്പോഴത്തേക്കും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെക്കാം. തേൻ എടുത്തു കഴിഞ്ഞാൽ തേൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. മറ്റു പച്ചക്കറി ആകുമ്പോൾ നമ്മൾ അന്ന് തന്നെ വിളവെടുക്കണം. മുട്ടക്കോഴികൾക്കും സാസോക്കോഴികൾക്കും കൂട്ടായി താറാവുകളുണ്ട്. താറാവുകളിൽ നാടൻ താറാവുകളോടായിരുന്നു സ്മിതയ്ക്ക് പ്രിയം. ചാരയും ചെമ്പല്ലിയും കുട്ടനാടൻ താറാവുകൾ. ഗ്രാമപ്രദേശത്തെ കർഷകരാണ് അവർക്ക് പേരിട്ടത്. കേട്ടാൽ ഇഴജന്തുക്കൾ എന്നേ തോന്നൂ. എങ്കിലും മികച്ചവരാണ് ചാരയും ചെമ്പല്ലിയും. താറാവുകളെ പൊതുവെ ബാധിക്കുന്ന വസന്തയും കോളറയുമൊന്നും അവർക്ക് അത്ര പെട്ടെന്ന് പിടിപെട്ടെന്ന് വരില്ല. താറാമുട്ടയ്ക്ക് ഉയർന്ന ഡിമാൻഡുണ്ട്. 6-ാം മാസം മുതൽ തന്നെ ചാരയും ചെമ്പല്ലിയും മുട്ടയിട്ട് തുടങ്ങും. എന്നും മുട്ടകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ ധാരാളം ആവശ്യക്കാർ സ്മിതയെ അന്വേഷിച്ചു വരുന്നുണ്ട്. ഞണ്ട്, നത്തയ്ക്ക, ഉതിർമണികൾ ഇവയൊക്കെ തന്നെയാണ് താറാവുകളുടെ തീറ്റ. പുറത്തുനിന്ന് ഒഴുകി വരുന്ന നാവായിക്കുളമാർ അതൊക്കെ സമൃദ്ധമായി താറാവുകൾക്ക് നൽകും. ചെമ്മരുതി കൃഷിഭവനിലെ കൃഷിക്കൂട്ടത്തിലെ അംഗം കൂടിയാണ് സ്മിത. കൃഷിഭവനിൽ നിന്ന് കൃഷിക്ക് ധാരാളം സഹായങ്ങളുണ്ട്. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് പലപ്പോഴും അത് നൽകുക. കൃഷിഭവൻ ഉദ്യോഗസ്ഥ സ്മിത ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. ഇവിടെ സിംജ യുവകർഷക സിംജ സംയോജിത കൃഷി രീതി വഴി കൃഷികൾ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും തേനീച്ച കൃഷി ആരംഭിക്കുകയും തേനീച്ച കൃഷിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയ സിംജ തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർട്ടികോർപ്പിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാനും ശ്രമിച്ചു. അപ്പോൾ അതിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച സിംജ കൂടുതൽ ഉൽപ്പന്നങ്ങളിലേക്ക് ചെയ്യുന്നത് അറിഞ്ഞ് ഞങ്ങൾ ഭാരതീയ പ്രകൃതി കൃഷി വഴി മൂല്യവർദ്ധിത യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള സബ്സിഡി നൽകാൻ കഴിഞ്ഞു. തുടർന്ന് കൂടുതൽ പരിശീലനങ്ങൾ സിദ്ധിച്ച് സിംജ അവർ ഇവിടെ തന്നെ കൃഷിക്കൂട്ടങ്ങളായി മാറുകയും അപ്പം നമുക്ക് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി വഴി കൃഷിക്കൂട്ടങ്ങൾ വിവിധ സെക്ടറുകളിലെ കൃഷിക്കൂട്ടങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ടായപ്പോൾ ഉൽപ്പാദന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങൾ അതുപോലെ മൂല്യവർദ്ധിത മേഖലയിലെ കൃഷിക്കൂട്ടങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ സിംജയും ഇവിടെയുള്ള ആൾക്കാരെയും ചേർത്ത് മൂല്യവർദ്ധിത കൃഷിക്കൂട്ടം ഉണ്ടാക്കുമായിരുന്നു. കോവൂർ കൃഷിക്കൂട്ടം എന്നുള്ള പേരിൽ ഈ ചെമ്മരുതി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ പുതിയ കൃഷിക്കൂട്ടം ഉണ്ടാക്കുകയും അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ നിലവിലെ കൂവപ്പൊടി ഉപയോഗിച്ചുള്ള സാധനങ്ങൾ, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ തേനീച്ചയിൽ നിന്നുള്ള ലിപ് ബാം, ഹീൽ ബാം, പെയിൻ ബാം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വരുന്നുണ്ട്. കൃഷി തരുന്ന വിളവെന്നാൽ വെറും ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, അവയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടായേ തീരൂ. അതാണ് എപ്പോഴും കാലത്ത് ജയിക്കുന്നത്. അക്കാര്യത്തിൽ സ്മിജ മുന്നിൽ തന്നെയുണ്ട്. തേനും കസ്തൂരിമഞ്ഞളും മുൾട്ടാണിമിട്ടിയും രക്തചന്ദ്രവുമൊക്കെ ചേരുന്ന ഫേസ് പാക്കിൻ്റെ നിർമ്മാണം സ്മിജ ഏറ്റെടുത്തു. തകൃതിയാണ് ഫേസ് പാക്കിൻ്റെ വിൽപ്പന. ഒക്കെയും പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ. അതിൽ സ്മിജയുടെ കൈവിരുത് കൂടിയാകുമ്പോൾ അത് മികച്ചതാകുന്നു. തേനും തേനീച്ചയിൽ നിന്ന് കിട്ടുന്ന വാക്സുമൊക്കെ ചേർത്താണ് ലിപ് ബാം ഉണ്ടാക്കുക. ലിപ് ബാമിനും നല്ല വിൽപ്പനയുണ്ട്. തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന വാക്സും വെളിച്ചെണ്ണയുമൊക്കെ ചേർന്നാൽ ഹീൽ ബാം ആകും. അതും വിൽപ്പനയ്ക്ക് തയ്യാറാണ്. ഈ ബഹിരാഷ്ട്ര കമ്പനികളുടെയൊക്കെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതുമായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ? നമ്മൾ ആദ്യമേ സാമ്പിൾ കൊടുത്ത് അവർക്ക് ടെസ്റ്റ്, അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അല്ലേ, ക്വാളിറ്റി നല്ലതാണെങ്കിൽ വീണ്ടും നമ്മളെ തിരക്കി വരും. അതേ ആളുകൾ തന്നെ, അതേ ആളുകൾ അവർ പറഞ്ഞറിയിച്ച് വരും. എന്നാലും വിലയിലൊരു മത്സരമില്ലേ? നമ്മളിതെല്ലാം ഉണ്ടാക്കി ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ 10 രൂപ കുറച്ച പ്രോഡക്റ്റ് അല്ല, ആദ്യ സമയത്തൊക്കെ ആൾക്കാരും വാങ്ങത്തില്ല. നമ്മളൊരു സ്റ്റാളിലായാലും എവിടെ പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് 100 പേര് വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്കാർ മാത്രമേ, 1-2 പേര് മാത്രമേ അവർ നോക്കത്തുള്ളൂ. പിന്നെ ഇട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പം കുറച്ചും കൂടെ മൂവിങ് ഉണ്ട്. നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ പിന്നെ ഉണ്ടാക്കത്തുള്ളൂ. ഇതിൻ്റെ ഒരു ഇത്ര ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പെയിൻ ബാം, അതോടൊപ്പം ലിപ് ബാം, ഫേസ് പാക്ക്, ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, കൂവപ്പൊടി, ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ അഭിപ്രായം പിന്നെ കേട്ടിട്ടുണ്ടോ? അഭിപ്രായം കേട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ ഒരു ക്ലാസ്സിനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് തേനിൻ്റെ ക്ലാസ്, ഞാൻ തേനീച്ചയുടെ ക്ലാസ് എടുത്തത് ഹോർട്ടികോർപ്പിൽ നിന്നാണ് പോയി പഠിച്ചത് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ. അപ്പം നമ്മൾ പോയിട്ട് വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമല്ലോ. കൊടുത്തിട്ട് അവരുടെ അഭിപ്രായവും ഏത് സാധനത്തിനാണ് മൂവിങ് എന്നുള്ളത് നോക്കും. അപ്പോൾ ആ സാധനം മാത്രമേ പിന്നെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ഓർഡർ അനുസരിച്ച് മാത്രമേ സാധനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ, അല്ലാതെ സ്റ്റോക്ക് ചെയ്ത് വെക്കത്തില്ല. തേനാണോ കൂവപ്പൊടിയാണോ കൂടുതൽ ലാഭം?
അങ്ങനെ പറയാനില്ല, കാലാവസ്ഥ അനുസരിച്ചിരിക്കും നമ്മുടെ സാധനങ്ങൾ. മഴയുണ്ടെങ്കിൽ തേൻ കുറവായിരിക്കും. അങ്ങനെ കാലാവസ്ഥയുടെ ഇതനുസരിച്ചിരിക്കും സാധനങ്ങളുടെ ഒരു വില. പിന്നെ നമ്മൾ എല്ലാം കൂടെ ചെയ്യും. ഇത് ഒരു കാലത്ത് മാർക്കറ്റ് ഇടിഞ്ഞു പോകാത്ത 2 ഉൽപ്പന്നങ്ങളാണ് കൂവപ്പൊടിയും തേനും. അതുകൊണ്ടാണ് സിംജി അതിൽ പിടിച്ചിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. സ്റ്റോക്ക് ചെയ്ത് നമുക്ക് എന്നും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇന്നല്ലെങ്കിൽ നാളെ വില കിട്ടും. പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന വെച്ചാൽ അത് നമ്മുടെ ഒന്നും വലിയൊരു പ്രയത്നം കൂടാതെ അത് കിട്ടുകയും ചെയ്യും. തേനീച്ച ഉണ്ടാക്കുന്നു, പിന്നെ കൂവ ഭൂമിയിലുണ്ടാകുന്നു. എന്നാലും പ്രയത്നം ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിക്ക് നല്ല പ്രയത്നം വേണം. പക്ഷെ നമ്മളത് അപ്പോഴും കൊടുത്ത് നമ്മളപ്പോഴും കാശ് മേടിക്കുന്നു. കൂവ നടുന്നത് ജോലി കുറവാണ് മറ്റുള്ള സാധനങ്ങൾ വെച്ച്. പക്ഷെ അതിൻ്റെ പ്രോസസ്സിങ് നല്ല പ്രോസസ്സിങ് ഉണ്ട്. അതാണ് എല്ലാവരെയും അകറ്റി നിർത്തുന്നത്. കൂവപ്പായസമാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നം. കരിക്കിൻ കഷ്ണങ്ങൾ ചെറുതായി മുറിച്ച് നെയ്യിൽ വരട്ടിയെടുക്കലാണ് അതിൻ്റെ രീതി. ഇളംകരിക്ക് അരച്ചതും മുന്തിരിങ്ങയുമൊക്കെ അതിലേക്ക് ചേരും. കൂവപ്പൊടി കരിക്കിൻ വെള്ളത്തിലാണ് ചാലിക്കുക. ആ മിശ്രിതം നേരെ പായസത്തിലേക്ക് എത്തും. ചവ്വരിയും കരിക്കിൻ വെള്ളവും കരിക്കരച്ചതും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പുമൊക്കെ ചേരുമ്പോൾ ആരുടെയും നാവിൽ കപ്പലോടിക്കാൻ പാകത്തിൽ കൂവപ്പായസം തയ്യാറായി എത്തും. അക്കാര്യത്തിലൊക്കെ സ്മിതയെ സഹായിക്കുവാൻ സഹോദരി സുജയുമുണ്ട്. ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചാണ് പായസത്തിന്റെ നിർമ്മാണം. കൂവ കൂടാതെ മുളയരി പായസവും ചക്കപ്പായസവുമൊക്കെ പടിഞ്ഞാറ്റത്തിൽ വീട്ടിൽ ഉണ്ടാകുന്നുണ്ട്. നിരവധി മേളകൾക്കും തന്റെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട് എന്ന് സ്മിത പറയുന്നു. ഇത്തരം കാര്യങ്ങൾക്കായിട്ട് എന്ത് പ്രോത്സാഹനമാണ് ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ സർക്കാർ കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുന്നത്? കൃഷിഭവനിൽ നമുക്ക് നല്ല സഹായമാണ്. നമ്മൾ കൃഷി ഓഫീസർ, പിന്നെ കൃഷി അസിസ്റ്റൻറ്റ് സ്മിത മാഡം, പിന്നെ പഞ്ചായത്തിൽ നിന്ന് അവരൊക്കെ സ്റ്റാളുകൾ വരുമ്പോഴത്തേക്ക് നമ്മളെ വിളിക്കും. പിന്നെ അവിടെ വന്ന് തിരക്കുന്നവരടുത്ത് നമ്മുടെ അടുത്ത് പറയും ഇന്ന സാധനം ഇന്ന ആളുടെ ഉണ്ടെന്ന് പറയും. പിന്നെ ബ്ലോക്കിൽ നിന്ന് അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത്. ധാരാളം മേളകൾക്കൊക്കെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിൽക്കുന്നുണ്ട് കൃഷി വകുപ്പിൻ്റെ സ്റ്റാളിൽ. കൃഷി വകുപ്പിൻ്റെ ഇതിൽ, ബ്ലോക്കിൻ്റെ ഇതിൽ പഞ്ചായത്തൊക്കെ നല്ല സപ്പോർട്ടാണ്. കൃഷി ഭവനിൽ എന്ത് സ്റ്റാൾ വന്നാലും ആദ്യമായിട്ട് കേരഗ്രാമം പദ്ധതിയിലെ സ്റ്റാളിലാണ് കൃഷി മന്ത്രി വന്നപ്പോൾ നമ്മൾ വിളിച്ച് നമ്മൾ അന്നാണ് ആദ്യമായിട്ട് പോയത്. ആദ്യം പോകുമ്പോൾ ഒരു പ്രയാസം, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നില്ല. പിന്നെ ഇപ്പം പോണത് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ സാധനം മേടിക്കാനായിട്ട് വരുന്നവരുണ്ട്. പായസങ്ങൾ സിംജയൊക്കെ ചെയ്യുന്നത് പോലെ അതിനെ മാതൃകയാക്കി കുറച്ച് വനിതകൾ ഈ രംഗത്തേക്ക് തന്നെ വരികയാണെങ്കിൽ അവർക്ക് വിജയിക്കും. ആദ്യമൊക്കെ പാടായിരിക്കും. കുറച്ച് നമ്മൾ പിടിച്ചു നിൽക്കണം. എന്താണ് ഇതിൻ്റെ പ്രധാന വെല്ലുവിളി? മാർക്കറ്റ് തന്നെയാണ് വെല്ലുവിളി. ഇനി എന്ത് കൃഷി ചെയ്തോ എന്ത് ഉൽപ്പന്നം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കും? മനസ്സിലൊരാഗ്രഹമുണ്ടോ? എനിക്കൊരു ഡ്രയറാണ് ആഗ്രഹം. ഡ്രയർ അതായത് ഈ പാളയംകോടൻ പഴം ഒരുപാട് വില കുറവുമാണ്, ചീത്തയായി പോണെയാണ് എല്ലാവരും. പക്ഷെ നമുക്ക് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ്. പൗഡർ അല്ല, അത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാം. തേനും കൂടെ ചേർത്തുള്ള പാളയംകോടൻ പഴം. അപ്പം അങ്ങനെയുള്ള. പിന്നെ നമുക്ക് ഈ കൂവപ്പൊടിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് വെയിലില്ല എന്നുണ്ടെങ്കിൽ വെയിലിൻ്റെ ഇത് വരുമ്പോൾ ഇതിൻ്റെ കളറിനൊരു വ്യത്യാസം വരും. അപ്പം നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ പറയും ഡ്രയറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഡ്രയർ നല്ല വിലയുണ്ട്, അതിനൊരു സഹായമാണ്. വിലയുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു ഡ്രയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഐഡിയകളുണ്ട്, പല പല കാര്യങ്ങൾ. നമുക്ക് ഈ കാലാവസ്ഥ ഇപ്പോൾ കേരളത്തിൽ എപ്പോഴും മഴയാണ്. അപ്പം നമുക്ക് ഡ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളൊരു സാധനം ഇത് ചെയ്തെടുക്കുമ്പോൾ മഴയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. നല്ലൊരു ഡ്രയർ കിട്ടിയാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അത് വലിയൊരു വ്യവസായം തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ. വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. എനിക്ക് എൻ്റെ കുടുംബത്തിന് നമുക്ക് പുറത്ത് പോവാതെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യാം. തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ വരുമ്പോൾ അത്തരത്തിലുള്ള വലിയ വ്യവസായത്തിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. മണ്ണ് നൽകുന്നതിനെ ഒക്കെ ചേർത്ത് പിടിച്ച് ഇന്നേക്കും നാളേക്കുമല്ല, കാലത്തിനപ്പുറത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുകയാണ് സ്മിത. നേരാം ഭാവുകങ്ങൾ.